ക്രിമിനോളജിയിലെ മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള പോലീസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പോലീസ് എന്ന് പറഞ്ഞ വേർഡ് ഗ്രീക്ക് ടേം ആയിട്ടുള്ള പൊലീഷ്യയിൽ നിന്നും അതുപോലെ തന്നെ അതേ തുല്യമായിട്ടുള്ള മറ്റൊരു വേർഡ് പൊളിറ്റിയ എന്ന് പറയുന്നത് ലാറ്റിൻ ടേമാണ്. ലാറ്റിൻ ടേമിൽ നിന്നുമാണ് പോലീസ് എന്ന് പറഞ്ഞ ടേം അല്ലെങ്കിൽ ആ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അർത്ഥം. ഏൻഷ്യൻ്റ് പീരീഡ് മുതൽ ഇപ്പോഴത്തെ റീസെൻറ്റ് പീരീഡ് വരെയും പോലീസ് സിസ്റ്റത്തിനെ എൻ്റയർലി മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് പോലീസ് സിസ്റ്റം, മിഡീവിയൽ പോലീസ് സിസ്റ്റം, മോഡേൺ പോലീസ് സിസ്റ്റം. അതിൽ ഏൻഷ്യൻ്റ് പോലീസ് സിസ്റ്റത്തിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ പുരാതന കാലം തൊട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാമായണയിലും അതുപോലെ തന്നെ മഹാഭാരതത്തിൻ്റെ അകത്തും ഈ പറഞ്ഞിട്ടുള്ള പോലീസിൻ്റെ ഒരു റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏൻഷ്യൻ്റ് ലോ ഗിവർ ആയിട്ടുള്ള മനുസ്മൃതി അല്ലെങ്കിൽ മനുവിൻ്റെ അകത്ത് എന്ത് പറയുന്നുണ്ടായിരുന്നു? എംഫസൈസ്ഡ് ദ നീഡ് ഫോർ എ പോലീസ് ഫോഴ്സ് ഫോർ ദി മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡറിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ഈ പറഞ്ഞിട്ടുള്ള പോലീസ് ഫോഴ്സിൻ്റെ നീഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഈ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു ഹിം ദ പോലീസ് ഫങ്ഷൻസ് ഷുഡ് ബി എൻട്രസ്റ്റഡ് വിത്ത് ദോസ് ഹൂ വെയർ അക്വൈൻറ്റഡ് വിത്ത് ദ ലോക്കൽ പീപ്പിൾ ആൻഡ് ഹൂ വെയർ ഡെഡിക്കേറ്റഡ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് സൊസൈറ്റി. പോലീസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ പീപ്പിൾ എൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ കയ്യിൽ അല്ലെങ്കിൽ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നവർക്ക് ഈ പോലീസ് ഫംഗ്ഷൻ പിന്നെ എൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ധർമ്മശാസ്ത്രയിലും ധർമ്മസൂത്രയിലും ഈ പോലീസിൻ്റെ ഏർലിയസ്റ്റ് റെഫറൻസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അപസ്തംഭ ധർമ്മ സൂത്രയ്ക്കകത്ത് എന്താണ്? ട്രൂത്ത്ഫുൾ ഓഫീസേഴ്സ് അല്ലെങ്കിൽ സബോർഡിനേറ്റിനെ ഈ വില്ലേജ് ടൗണ് പോലുള്ളിടത്ത് ക്രിമിനൽസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വില്ലേജിനെ എന്താണ് ടൗണിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയാണ്? സബോർഡിനേറ്റ്സിനെയും ട്രൂത്ത്ഫുൾ ഓഫീസേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. ഇനി ഗുപ്ത പീരീഡിലേക്ക് വരുന്ന കഴിയുമ്പോൾ അവിടെ പിന്നെ ലോ ആൻഡ് ഓർഡറിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു. ഇനി മിഡീവിയൽ പോലീസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പോലീസ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു മുഗൾ റൂളേഴ്സിൻ്റെ റെയിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ ഈ പീരീഡിൽ പോലീസ് ചീഫിനെ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. പോലീസ് ചീഫിനെ വിളിച്ചിരുന്നത് ഫൗസ്ദാർ എന്നായിരുന്നു. ഈ പറഞ്ഞ ഫൗസ്ദാറിൻ്റെ അണ്ടറിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവരെ ദറോഗാസ്, കോത്വാലാസ് എന്നൊക്കെ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഈ മുഗൾ ആ ഒരു പീരീഡിൻ്റെ ഡിക്ലൈനോട് കൂടി അത് തകർന്നപ്പോൾ ഈ പോലീസ് അഡ്മിനിസ്ട്രേഷനും എന്തായി? കൊളാപ്സായി പോയി. ഇനി മോഡേൺ പോലീസ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ മുഗൾ എംപയർ ഡിക്ലൈൻ ആയതിനു ശേഷം ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നശിച്ചു പോയിരുന്നു. അപ്പോൾ ക്രിമിനൽസ് ആയിരുന്നു അവിടെ എന്ത് ചെയ്തിരുന്നത്? അപ്പോൾ ക്രിമിനൽസ് ഈ സമീന്ദേഴ്സുമായിട്ട് കൂടി ചേർന്ന് അവരായിരുന്നു അവിടുത്തെ രക്ഷാധികാരി അല്ലെങ്കിൽ അവരായിരുന്നു അവിടെ പാട്രണൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. ഈ ബ്രിട്ടീഷേഴ്സ് കൺട്രി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ ഭരിക്കാൻ വന്നതിന് ശേഷം അവർക്ക് മനസ്സിലായി ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ കംപ്ലീറ്റ്ലി പോയി കിടക്കുകയാണെന്ന്. അപ്പോൾ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഈ പോലീസ് സിസ്റ്റത്തിനെ ഒരു പിന്നെ റെഗുലേഷൻ ഓഫ് 1816 കൊണ്ടുവന്നതിന് ശേഷം റീറ്റെയിൻ ചെയ്തെടുത്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുത്തു. ഈ പോയ ആ ഒരു ലോ ആൻഡ് ഓർഡറിനെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഇവിടെ പറയുന്നത് വില്ലേജ് ഹെഡ്മാൻ എന്ന് പറയുന്നതായിരുന്നു എക്സ് ഒഫീഷ്യോ ഹെഡ്. പോലീസിൻ്റെ എക്സ് ഒഫീഷ്യോ ഹെഡ് എന്ന് പറയുന്നത് വില്ലേജ് ഹെഡ്മാൻ ആയിരുന്നു. പോലീസ് കമ്മീഷൻ ഓഫ് 1816 റെക്കമെൻഡേഷൻ പ്രകാരം ദ കണ്ടിന്യൂവൻസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് പോലീസ് സിസ്റ്റം വിത്ത് സർട്ടൺ ചേഞ്ചസ്. ഇപ്പം നിലനിൽക്കുന്ന ആ ഒരു പോലീസ് സിസ്റ്റത്തിന് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്തിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നു. 1857 മ്യൂട്ടണിക്ക് ശേഷം ഇന്ത്യൻ പോലീസ് പിന്നെ ആക്ട് 1861 ഇനാക്ട് ചെയ്തു. 1902 ലോർഡ് കേഴ്സൺ അവിടെ ഒരു പോലീസ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തു. എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു കണ്ടിന്യൂവൻസിൻ്റെ റെക്കമെൻഡേഷനോ മെഷേഴ്സോ ഒന്നും ഈ കമ്മീഷൻ്റെ അകത്ത് സജസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1946 ശേഷവും ഈ പറഞ്ഞിട്ടുള്ള 1861 ആക്ട് പോലീസ് ആക്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവിടെ ഒരു എന്താണ് അത് തുടർന്നുകൊണ്ടേ പോയി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റാണ്. നമ്മൾ ജയിൽ സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റാണെന്ന് പറഞ്ഞതുപോലെ തന്നെ
ഈ പറഞ്ഞിട്ടുള്ള പോലീസും സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റാണ്. ലോ ആൻഡ് ഓർഡറിൻ്റെ മെയിൻ്റനൻസ് ആണ് ഈ സ്റ്റേറ്റിൽ വെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചില സിറ്റുവേഷൻസ് സെൻറ്ററിന് ഈ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഇൻ്റർഫിയർ ചെയ്യാനുള്ള അധികാരം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിൽ നിന്നും സ്റ്റേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം സെൻറ്ററിനാണ് ഉള്ളത്. ഇത് കൂടാതെ തന്നെ പോലീസിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് കാറ്റഗറീസ് ഓഫ് ഒരു പോലീസിനെയും കൂടെ അവിടെയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. സച്ചാസ് ഏതൊക്കെയാണ്? റെയിൽവേ പോലീസ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി മോഡേൺ പോലീസ് ആർ കൺസേൺഡ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ക്രൈംസ് ആൻഡ് അപ്രഹെൻഡിങ് ക്രിമിനൽസ്. മോഡേൺ പോലീസ് എന്താണ്? ക്രൈംസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ക്രിമിനൽസിനെ അപ്രഹെൻഡ് ചെയ്തുകൊണ്ട് വരിക. ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. വിത്ത് ട്രാൻസ്ഫോർമേഷൻ ഫ്രം പോലീസ് സ്റ്റേറ്റ് ടു വെൽഫെയർ സ്റ്റേറ്റ് ദർ റാഡിക്കൽ ചേഞ്ചസ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ പോലീസ് ഇൻ ഇന്ത്യ. പണ്ട് കാലത്തെന്ന് പറയുന്നത് എന്തായിരുന്നു? പോലീസ് സ്റ്റേറ്റ് ആയിരുന്നു. അത് മാറി ഇപ്പം വെൽഫെയർ സ്റ്റേറ്റായി. സ്വാഭാവികമായിട്ട് അന്ന് ലോ ആൻഡ് ഓർഡറിൻ്റെ മാത്രം മെയിൻ്റനൻസ് ആയിരുന്നു പോലീസിനുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ച് വെൽഫെയർ സ്റ്റേറ്റ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റീസിലൊക്കെ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനിയും പോലീസിൻ്റെ ഹൈറാർക്കി നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? DGP, ADGP, IG, DIG, SP, CI, SI, ASI, ഹെഡ് കോൺസ്റ്റബിൾ, റിക്രൂട്ട് കോൺസ്റ്റബിൾ, ഇങ്ങനെയാണ് വരുന്നത്. ഈ കോൺസ്റ്റബിൾ എന്നുള്ളൊരു പ്രൊവിഷൻ 2011 കേരള പോലീസ് ആക്ട് കൊണ്ടുവന്നപ്പോൾ കേരളത്തിൽ അതെടുത്ത് അവോയ്ഡ് ചെയ്തു. കോൺസ്റ്റബിൾ എന്നുള്ളത് മാറ്റിയിട്ട് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടൊരു പേരാക്കി. വിമൺ പോലീസുണ്ട്. ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഇൻഡിപെൻഡൻസിന് ശേഷം വുമൺ പോലീസ് ഹാവ് ബീൻ റിക്രൂട്ടഡ് ഇൻ ദ പോലീസ് ഓർഗനൈസേഷനിലേക്ക് വുമൺ പോലീസിനെയും കൂടി എടുത്തു തുടങ്ങി. ഫസ്റ്റ് വിമൺ പോലീസ് സ്റ്റേഷൻ ഓപ്പൺ ചെയ്യുന്നത് കോഴിക്കോടാണ്, കേരളത്തിൽ, ഒക്ടോബർ 27, 1973. വിമൺ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നതിന് ശേഷം വിമൺസിന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവരുടെ കംപ്ലയിൻറ്റ്സ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കുകയും അതുപോലെ തന്നെ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഒരു സൊല്യൂഷൻ കിട്ടിത്തുടങ്ങി എന്നൊക്കെ അവർക്ക് തോന്നി തുടങ്ങി. ഇനി ഹോം ഗാർഡ്സ് ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള റെഗുലർ പോലീസ് ഫോഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടൊരു ന്യൂ പോളാണ് ഈ ഹോം ഗാർഡ് എന്ന് പറയുന്നത്. പോലീസിനെ ഈ പറഞ്ഞിട്ടുള്ള ഫ്ലഡ്, പിന്നെ ഫെമീൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അസിസ്റ്റ് ചെയ്യുന്നു. അത് ഇവർക്കെന്ന് പറയുന്നത് ട്രെയിനിങ്, ഫിസിക്കൽ എക്സർസൈസ്, ഡ്രില്ല്, ഗൺ ഫയറിങ് തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെയൊക്കെയുള്ള പ്രാക്ടീസും കൂടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് വന്നു കഴിയുമ്പോൾ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ അവരെ ഈ ഹോം ഗാർഡിൻ്റെ ഹെൽപ്പ് പോലീസ് തേടാറുണ്ട്. ഇനിയും പോലീസിൻ്റെ റോളും ഫങ്ഷനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പാർഷ്യലി ലോയുടെ എൻഫോഴ്സ്മെൻറ്റ്, ലോ അപ്ഹോൾഡ് ചെയ്യുക, പിന്നെ പേഴ്സൺസിൻ്റെ ലൈഫ്, ലിബേർട്ടി, പ്രോപ്പർട്ടി, ഹ്യൂമൻ റൈറ്റ്, ഡിഗ്നിറ്റിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പിന്നെ പബ്ലിക് ഓർഡർ പ്രിസർവ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, പിന്നെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസോ കമ്മ്യൂണൽ ഹാർമണി, മിലിറ്ററി ആക്ടിവിറ്റീസ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. പിന്നെ പബ്ലിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള റോഡ്സ്, റെയിൽവേ, ബ്രിഡ്ജസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ക്രൈംസിനെ പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ആക്യുറേറ്റായിട്ട് ആ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും അതിന് ഒരു ആക്ഷൻ എടുക്കുകയും അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. പിന്നെ കൊഗ്നൈസബിൾ ഒഫൻസ് ആണ് എന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, പിന്നെ FIR ഫയൽ ചെയ്യുക. പിന്നെ FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി ഈ പറഞ്ഞിട്ടുള്ള ആൾക്ക് കംപ്ലയിൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ കമ്മ്യൂണിറ്റിയിൽ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് മെയിൻറ്റെയിൻ ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ നാച്ചുറൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് വല്ലതും വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള റീഹാബിലിറ്റേഷനും മറ്റുള്ള ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫിസിക്കൽ ഡേഞ്ചറിൽ നിന്നും അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെയൊക്കെ ഡേഞ്ചറിൽ നിന്നും അവരെയൊക്കെ ഇത് ചെയ്യുക. പിന്നെ റോഡ് ട്രാഫിക് റെഗുലേറ്റ് ചെയ്യുക. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഡ്യൂട്ടീസാണ്. പിന്നെ പബ്ലിക് പീസ്, പിന്നെ സോഷ്യൽ ഒഫൻസ്, കമ്മ്യൂണലിസം, എക്സ്ട്രീമിസം, ടെററിസം, ഇതൊക്കെ തടയുക. ഇതൊക്കെയാണ് പോലീസിൻ്റെ
ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പിന്നെ പോലീസ് പേഴ്സൺസിൻ്റെ വെൽഫെയർ എൻഷുർ ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, ഇതൊക്കെയാണ്. ഇനി സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പോലീസിന്. പോലീസ് എന്ന് പറയുന്നത് സീനിയർ സിറ്റിസണായിട്ട്, വിമനായിട്ട്, ചിൽഡ്രനായിട്ടൊക്കെ ഇടപഴകുമ്പോൾ കേർട്ടസിയോട് കൂടിയും ഒരു ഡെക്കോറത്തോടു കൂടിയും വേണം പെരുമാറുന്നതിന് വേണ്ടി. പിന്നെ പബ്ലിക്കിലുള്ള മെമ്പേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, അവർക്ക് ഗൈഡൻസ് കൊടുക്കുക, പർട്ടിക്കുലർലി സീനിയർ സിറ്റിസൺ, വിമൻ, ചിൽഡ്രൻ അവർക്കൊക്കെ. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള മെൻ്റൽ ചലഞ്ചസോ ഫിസിക്കൽ ചലഞ്ചസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ വിക്ടിംസിന് എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. റോഡ് ആക്സിഡൻറ്റ്സ് ഒക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിക്കോ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ നോക്കിയിട്ട് അവർക്കുള്ള ഹെൽപ്പുകളൊക്കെ എത്തിച്ചു കൊടുക്കുക. പിന്നെ വിമനെയും ചിൽഡ്രനെയൊക്കെ പബ്ലിക് പ്ലേസ്മെൻറ്റിലുള്ള ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെയുള്ള ഹറാസ്മെൻറ്റ്, സ്റ്റോക്കിങ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ തടയുന്നതിന് വേണ്ടിയുള്ള ഇത് ചെയ്യുക. പിന്നെ പോലീസ് ഓഫീസേഴ്സ് ഒരിക്കലും ഇതൊന്നും ചെയ്യാതിരിക്കുക. വിമൻസിനെയൊക്കെ ചിൽഡ്രനെയൊക്കെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ സ്റ്റോക്ക് ചെയ്യുകയോ അങ്ങനെയുള്ള ഗസ്റ്റേഴ്സ്, സൈൻസ്, റിമാർക്സ് ഇങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള എന്തെങ്കിലും ഇത് വന്നു കഴിയുമ്പോൾ പിന്നെ ഇൻഡിജൻ്റ് പേഴ്സൺസിനോ വിമനോ ചിൽഡ്രനോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വരാതെ സൂക്ഷിക്കുക. അതിനുള്ള അസിസ്റ്റൻസും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള അസിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക. വീക്കർ സെക്ഷനെയും ബാക്ക്ഗ്രൗണ്ട് ക്ലാസസ്, പുവർ പിന്നെ വീക്കായിട്ടുള്ള ആൾക്കാരെയൊക്കെ സംരക്ഷിക്കുക. അവർക്കൊക്കെയുള്ള നിയമമൊക്കെ കൃത്യമായിട്ട് പാലിച്ചു പോവുക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മെയിൻ്റനൻസ് ഓഫ് എസെൻഷ്യൽ സർവീസസ്. വെൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിക്ലെയർ എനി സ്പെസിഫൈഡ് സർവീസ് ടു ബി ആൻ എസെൻഷ്യൽ സർവീസ് ടു ദ കമ്മ്യൂണിറ്റി, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ പോലീസ് ടു മെയിൻറ്റെയിൻ ദ എസെൻഷ്യൽ സർവീസ് ആൻഡ് എവറി പോലീസ് ഓഫീസർ മസ്റ്റ് ഒബേ എനി ഓർഡർ ഗിവൺ ബൈ എനി ഓഫീസർ സുപ്പീരിയർ ടു ഹിം ഇൻ കണക്ഷൻ വിത്ത് ദ സർവീസ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് സർവീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സർവീസ് എന്താ ചെയ്യുക, അത് എസെൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുക പോലീസ് ഓഫീസേഴ്സ്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. കമ്മ്യൂണിറ്റി അത് സെർവ് ചെയ്യുക എന്നുള്ളത് പോലീസ് ഓഫീസേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ സുപ്പീരിയർ ഓഫീസേഴ്സ് എന്താണോ പിന്നെ എന്ത് എസെൻഷ്യൽ സർവീസാണോ പറയുന്നത് ആ എസെൻഷ്യൽ സർവീസ് സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ദ ഇൻവെൻറ്ററി ഓഫ് പോലീസ് ഡ്യൂട്ടീസ്, ഫങ്ഷൻസ് ആൻഡ് ജോബ്സ്. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്? ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, ക്രൈം പ്രിവെൻഷൻ നടത്തണം, അതുപോലെ തന്നെ പീസ് ആൻഡ് സെക്യൂരിറ്റി പ്രിസർവ് ചെയ്യുക, ക്രൈം ഡിറ്റൻഷൻ നടത്തുക, പിന്നെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ സെക്യൂരിറ്റി ജോബ്സ്, ഡെമോക്രാറ്റിക് ആൻഡ് ഇലക്ഷൻ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, എമർജൻസി ഡ്യൂട്ടീസ്, PRO ഡ്യൂട്ടീസ്, അസിസ്റ്റൻസ്, മിസലേനിയസ് ഡ്യൂട്ടീസ്, ഇതൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത് പോലീസ് ഫങ്ഷൻസും ഡ്യൂട്ടീസും. ഇനി ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ഡ്യൂട്ടീസ് ഈ ഓരോന്നും പറയുന്നുണ്ട്. ക്രൈം രജിസ്ട്രേഷന്, പിന്നെ അതുപോലെ തന്നെ ക്രൈം സീന് നടന്നിടത്ത് പോയി പിന്നെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഗാർഡ് കൊടുക്കുകയും ചെയ്യുക. വിറ്റ്നസിനെ വിളിക്കുക, അറസ്റ്റ്, ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യുക, സസ്പെക്റ്റിനെ അറസ്റ്റ് ചെയ്യുക, സെർച്ച് ആൻഡ് സീഷർ നടത്തുക, എവിഡൻസ് കളക്ട് ചെയ്യുക. പോലീസ് കോടതിയിലേക്കും ജയിലിലേക്കും ഒക്കെ ആണെങ്കിൽ ക്രിമിനൽസിനെ കൊണ്ടുപോവുക, വേരിയസ് പർപ്പസിന് വേണ്ടി റെയ്ഡ്സ് ഒക്കെ നടത്തുക. ഇനി ക്രൈം പ്രിവെൻഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സർവൈലൻസ്, ചെക്കിംഗ് ഓഫ് ബാഡ് ക്യാരക്ടേഴ്സ്, പ്രിവെൻറ്റീവ് അറസ്റ്റ്, കളക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ക്രിമിനൽ ഇൻ്റലിജൻസ്, ഇതൊക്കെയാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അസിസ്റ്റൻസ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് എക്സാമിനേഷൻ, പിന്നെ സ്റ്റുഡൻസിൻ്റെ എംപ്ലോയീസിൻ്റെ ഒക്കെ ഇത് സ്ട്രൈക്കോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ, പിന്നെ പ്രൊട്ടക്ഷൻ, ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊണ്ടുപോകുമ്പോഴുള്ള പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുക. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ലോൺ റിക്കവറിയൊക്കെ നടത്തുമ്പോൾ അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ബാങ്ക്, പിന്നെ മുനിസിപ്പാലിറ്റീസൊക്കെ റിമൂവൽ അല്ലെങ്കിൽ എൻക്രോച്ച്മെൻറ്റ്, പിന്നെ ഈ എൻക്രോച്ച്മെൻറ്റ് റിമൂവലൊക്കെ നടത്തുന്നതിന് വേണ്ടി അപ്പോൾ അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും ഇത് ചെയ്യുന്നത്. ഇനി മിസലേനിയസ് ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻ്റെ അകത്തോ സെറിമോണിയൽ ഡ്യൂട്ടീസ് നടത്തുമ്പോഴുള്ള കാര്യങ്ങൾ, പിന്നെ റോഡ് ട്രാഫിക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ,
എയ്ഡ്സ്, എമർജൻസി, റൗണ്ടിങ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ പോലീസ് അട്രോസിറ്റീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പോലീസ് അട്രോസിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? പോലീസ് അതോറിറ്റി അവരുടെ പവർ മിസ്യൂസ് ചെയ്യുന്നതാണ് പോലീസ് അട്രോസിറ്റിക്കകത്ത് വരുന്നത്. പോലീസിനെന്ന് പറയുന്നത് ഇമ്മെൻസ് ആയിട്ടുള്ള പവറുണ്ട്, പക്ഷേ എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യാറുണ്ട്? അത് അങ്ങനെ മിസ്യൂസ് ചെയ്യും. അപ്പോൾ പവർ ഓഫ് പോലീസ് എന്ന് പറയുന്നത് പോലീസ് ആക്ട് 1861 അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെയിൻ അതിൻ്റെ പ്രൈമറി ഒബ്ലിഗേഷൻ ഓഫ് പോലീസ് എന്താണ്? പീപ്പിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ സെർവ് ചെയ്യുക, റോങ് ഡൂവേഴ്സിൽ നിന്നും ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് പോലീസിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് വൺസ് എ പവർഫുൾ ആൻഡ് റെസ്പെക്റ്റബിൾ നോഷൻ ബട്ട് ഇറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് റെപ്യൂട്ടേഷൻ ത്രൂ ടൈം. എന്താണ്? ഒരു പവർഫുൾ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു പൊസിഷനായിരുന്നു, പക്ഷേ പിന്നീട് അതെന്താണ്? അതിൻ്റെ റെപ്യൂട്ടേഷൻ തകർന്നു പോയി. കാരണം എന്താണ്? ഈ പോലീസ് അട്രോസിറ്റീസൊക്കെ മെയിൻ കാരണം. ഇനിയും എക്സസീവ് ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സൊസൈറ്റിയിലെ ന്യൂ ആയിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷേ അത് മിക്കവാറും നടക്കുന്ന കാര്യമാണ്. പോലീസ് അട്രോസിറ്റി വാസ് സീൻ ബിഫോർ ഇൻഡിപെൻഡൻസിന് മുന്നേയും ഈ പറഞ്ഞിട്ടുള്ള പോലീസ് അട്രോസിറ്റി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇൻഡിപെൻഡൻസിന് ശേഷവും കാണുന്നുണ്ട്. പോലീസ് അട്രോസിറ്റി എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ സിവിൽ റൈറ്റ് വയലേഷൻ ഹാപ്പൻഡ് വെൻ പോലീസ് യൂസ് എക്സസീവ് ഫോഴ്സ്. പോലീസ് എക്സസീവ് ഫോഴ്സ് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സിവിൽ റൈറ്റിൻ്റെ വയലേഷനായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം നീലാവട്ടി ബെഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ എന്ന് പറഞ്ഞൊരു കേസ് അവിടെ പറയുന്നുണ്ട്. അക്യൂസ്ഡ് എന്തോ ചെയ്തു? ഡൈഡ് ഇൻ ദ പോലീസ് കസ്റ്റഡി ഡ്യൂ ടു പോലീസ് ടോർച്ചർ കാരണം ഇവിടെ അക്യൂസ്ഡ് മരിക്കുകയാണ്. ആൻഡ് സോ ദ സ്റ്റേറ്റ് ഹാസ് ടു കോമ്പൻസേറ്റ്. സ്റ്റേറ്റ് എന്ത് ചെയ്യണം? അങ്ങനെ ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ വിക്ടിംസിന് കോമ്പൻസേഷൻ കൊടുക്കുക. ഇവിടെ അങ്ങനെ ഇവിടുത്തെ ആ വിക്ടിമിൻ്റെ മദറിന് 1.5 lakh rupees കോമ്പൻസേഷനായിട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പോലീസിൻ്റെ അകത്ത് പറയുന്നത്. പിന്നെ ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എസ്സേ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്